കാശ്മീരിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ അതിദാരുണമായ അവസ്ഥ അവർ കാണുന്നില്ല. പാക് ഭരണകൂടം അവരുടെ നിലവിളി കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. രൂക്ഷമായ വിലക്കയറ്റമാണ് പാകിസ്ഥാനിൽ എന്ന് പറയപ്പെടുന്നു. അരിക്ക് 1 കിലോ 350 കടന്നിരിക്കുന്നു. 1 കിലോ കോഴിയിറച്ചിക്ക് 800 കടന്നിരിക്കുന്നു എന്നൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ? സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ പാകിസ്ഥാൻ എത്രത്തോളം സ്റ്റേബിളാണ്? എത്രത്തോളം സ്ഥിരതയുണ്ട് അവർക്ക്? എന്തു വലിയ വെല്ലുവിളിയാണ് അവർ നേരിടുന്നത്? ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹങ്കർ ഇൻഡെക്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ക്ലാസിഫിക്കേഷനുണ്ട്. അത് പട്ടിണി ഇൻഡെക്സ്, അതായത് ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ, IPC എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഓരോ രാഷ്ട്രത്തിൻ്റെയും തോത് എന്താണ്, ആ ഫേസ് വൈസാണ് പറയുന്നത്. ഒന്നാമത്തെ ഫേസിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, മാൽന്യൂട്രീഷനിലൊരു 5% കുറവാണ്. സെക്കൻഡ് ഫേസ് ശകലം കൂടെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും മാനേജബിളാണ്. ഫേസ് 3 ആകുമ്പോഴാണ് ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതൊരു ക്രൈസിസ് ഫേസിലേക്ക് പ്രതിസന്ധികളിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഏതാണ്ട് പാകിസ്ഥാനിലെ 68 ഗ്രാമങ്ങളിൽ നടത്തിയ ഈ ക്ലാസിഫിക്കേഷൻ ഇതനുസരിച്ച് ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഏതാണ്ട് ഒരു ഫേസ് 3യിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതൊരു ക്രൈസിസ് എത്തി. അതിനകത്ത് ഈ പറയുന്ന അത്യാവശ്യം ആഹാരം കഴിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും വേണ്ട എന്ന് വയ്ക്കുന്നു. ആ ഒരു സ്ഥിതി, അതായത് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പുതിയ ടൂറിസമോ അല്ലെ കൺസംഷൻ കുറയ്ക്കുന്നു, ഒരു നേരത്തെ ആഹാരം, ചില അസറ്റുകളൊക്കെ വിറ്റ് ആഹാരം വാങ്ങിക്കുന്നതിന് ഇത് ചെയ്യുന്നു. അതൊരു ഫേസ് 3 എന്ന് പറയും. അപ്പോൾ ഈ പല ഗ്രാമങ്ങളിലും ഈ ഫേസ് 3 അല്ലെങ്കിൽ പാകിസ്ഥാനിൽ മൊത്തം ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ക്രൈസിസ് സിറ്റുവേഷൻ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനിലാണ് ഈ IPC പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില ഗ്രാമങ്ങളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഫേസ് 4ലേക്ക് പോയിട്ടുണ്ട്. അത് എമർജൻസി എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഈ ഫേസ് 4 പറയുന്നത് അസറ്റ്സ് വിൽക്കുക, വലിയ വീടും ഒക്കെ വിൽക്കുക, ഈ ആഹാരത്തിന് വേണ്ടി. അങ്ങനെ പ്രൈമറി ആവശ്യം എന്ന് പറയുന്നത് ആഹാരമാണല്ലോ മനുഷ്യൻ്റെ. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ ഈ പറയുന്ന പോലെ 800, 350 ഒക്കെ രൂപ വച്ചിട്ട് ഡെയിലി ബ്രെഡിന് വേണ്ടി ആളുകൾ പരക്കം പായുന്നൊരു സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷനായി. 5ാമത്തെ ഫേസിലാണ് മുഴുപ്പട്ടിണി, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിൻ എന്ന് പറയുന്ന ഒരു രീതി. ആ ഫാമിനിലേക്ക് പാകിസ്ഥാൻ എത്തിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിലും ഒരു ഓവറോൾ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഈ ഫേസ് 5ലേക്ക് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഈ വിത്തെടുത്ത് കുത്തി ഉണ്ണുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ഒരു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് അവരുടെ എക്കണോമിക് സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന മുംബൈയിലുണ്ടായിട്ടുള്ള അറ്റാക്കുകളും അതുപോലെ അതിനുശേഷം പുൽവാമ അറ്റാക്ക്, അതിനുശേഷം ഇപ്പോൾ നടന്ന ടൂറിസ്റ്റുകളെ കൊല ചെയ്യപ്പെട്ട ഒരു അറ്റാക്ക്, ഈ 3 അറ്റാക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം രൂക്ഷമാകുന്ന സമയത്ത് അറ്റൻഷൻ ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതി ഇവരെ സ്ഥിരമായിട്ട് അവലംബിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന അവിടുത്തെ ഒരു എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആർമിയാണ്. അവിടുത്തെ ആ ആർമിക്കാണ് അതിൻ്റെ ഒരു കൺട്രോൾ. അപ്പോൾ ഇവരുടെ ഒരുപാട് കറപ്റ്റ് പ്രാക്ടീസസും അവരുടെ ജീവിത ശൈലികളും, ഒരിക്കൽ പാകിസ്ഥാനിലെ ഒരു ജനറലിൻ്റെ വീട്ടിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും, അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന ഒരുപാട് രീതിയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ആർമിയുടെ ഒരു ഇടപെടൽ. അപ്പോൾ അവരുടെ ഈ ബഡ്ജറ്റിൽ വളരെ വലിയ സംഖ്യ, ഈവൻ സോഷ്യൽ സെക്യൂരിറ്റി, ബേനസിർ, ഇൻകം സപ്പോർട്ട് സ്കീം എന്നൊക്കെ പറയുന്ന സ്കീമുകളിൽ മറ്റും വളരെ അധികം ആളുകൾ ഇപ്പം ഏതാണ്ട് 77 ലക്ഷത്തിൽ നിന്ന് ഏതാണ്ട് 95 ലക്ഷം പേരോളം ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് വേണ്ട ആളുകൾ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആർമിക്ക് വേണ്ട, ഇപ്പം
ഭാരതവുമായി ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ അറ്റൻഷൻ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകാനൊക്കുള്ളൂ. അപ്പോൾ അതേ ജസ്റ്റിഫൈ ചെയ്യാനൊക്കുള്ളൂ. എന്തിന് ഇത്രയും പണം നമ്മളൊരു പ്രതിരോധത്തിന് വേണ്ടി ചിലവാക്കി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തിരിയുന്നതെന്ന് പറയുന്നത് ഈ മേഖലയിലേക്കാണ്. തൊട്ടടുത്തൊരു ശത്രുവുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് മാത്രമാണ് അവിടുത്തെ ലോക്കൽ പബ്ലിക്കിനെയും മതമൗലികവാദികളെയും രാഷ്ട്രീയക്കാരെയും അതുപോലെ ആർമിയെയും ഒരുമിച്ച് നിർത്താൻ പറ്റിയ ഒരേ ഒരു ഘടന, ഒരു പൊതുശത്രുവിനെ ക്രിയേറ്റ് ചെയ്യുക. ആക്ച്വലി നമ്മളൊരു അഗ്രഷൻ ചെയ്തിട്ടില്ല, ഒരു ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് എന്തെങ്കിലും തിരിച്ചടിക്കാറുള്ളൂ. അതും ഈ പറയുന്ന 2014 ശേഷം നമ്മുടെ ഈ സർജിക്കൽ സ്ട്രൈക്കും ബാലക്കോട്ട് എയർ സ്ട്രൈക്കും ഒക്കെ നടന്നിരുന്നത് ഇതിന് ശേഷമാണ്. അപ്പോൾ ഈ അവരുടെ എക്കോണമി, ഇപ്പം ഇവിടുത്തെ പലരും കരയുന്നുണ്ട്, അവിടുത്തെ ആളുകൾക്ക് വെള്ളം കൂടി മുട്ടിക്കരുതേ, അവിടെ പട്ടിണിക്കരുതേ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ കരയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഫുൾ ഫ്ലെജ്ഡ് വാറിനേക്കാൾ നല്ലത് ഒരു എക്കണോമിക് ഇൻ്റർവെൻഷനാണ്. കാരണം ക്രൈസിസ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളെ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടിലാക്കുക. ആ ബുദ്ധിമുട്ടിലാക്കുമ്പം ശരിയാണ്, ഈ പറയുന്ന ഒരു യുദ്ധം വരുമ്പോൾ ഒരുപാട് പേർക്ക്, ഒരുപാട് സിവിലിയൻ അറ്റാക്ക് നമുക്ക് കണ്ടു. ഉക്രൈനിലെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഹമാസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ ഇതാണെങ്കിലും ഒക്കെ ഒരുപാട് മനുഷ്യജീവിതങ്ങൾ അവിടെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഡിറ്ററൻ്റായിട്ട് നമ്മളൊരു ഫുൾ ഫ്ലെജ്ഡ് വാറിന് പോകുന്നതിന് മുമ്പ് അവരുടെ എക്കണോമിയെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടിലാക്കിയാൽ അവിടെ ഇൻറ്റേർണൽ ആയിട്ട് അവർ തന്നെ ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുകയും ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് അവർക്ക് ഈ പറയുന്ന ഒരു മിലിറ്ററി റെജീമിൽ നിന്നുള്ളൊരു മുക്തി അവിടെ ഉണ്ടാകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ തന്നെയാണ്. ഇപ്പോൾ പലരും എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു മൃദുവായ ആയുധം, പക്ഷെ വളരെ ഇഫക്റ്റീവാണ്. ഇപ്പോൾ ഇൻഡസ് വാലി ട്രീറ്റി നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഓൾറെഡി ഒരു ഫുഡ് സെക്യൂരിറ്റിയെ പറ്റി പ്രശ്നമുണ്ട്. ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ്, എമർജൻസിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പറയുന്ന വെള്ളത്തിൻ്റെ അഗ്രികൾച്ചറിനെ നമ്മളൊരു വലിയ തോതിൽ ബാധിക്കുന്ന ഒരു രീതി വന്നാൽ ഇതിന് ഒരു എക്കോണമി ആണല്ലോ, ഈ ആളുകൾ അൾട്ടിമേറ്റ്ലി ഒരു ആഹാരം കഴിക്കുന്നതിലുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴാണല്ലോ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അപ്പം വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ടാകും. ഒരു മുഴുപട്ടിണിയിലേക്ക് പോകുന്ന ഒരു എക്കോ സിസ്റ്റമാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. വാട്ടർ റിലീസിൻ്റെ കാര്യത്തിലും നമ്മൾ ആ ട്രീറ്റി അനുസരിച്ച് 80% വെള്ളം കൊടുക്കാമെന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ്. അത് എന്ത് തരം ട്രീറ്റിയാണെന്നുള്ളത് ഈവൻ ഫറൂഖ് അബ്ദുള്ള പോലും പറയുന്നു, ഈ നദികൾ ഞങ്ങളുടെ ആണെങ്കിലും വെള്ളം പാകിസ്ഥാന് കൊടുത്തു എന്ന് പറയുന്ന ഒരു രീതി അവലംബിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരു മാറ്റമാണ്. അപ്പം അവരുടെ എക്കോണമിയെ തകർക്കുക എന്നത് തന്നെയാണ് ഭാരതം ചെയ്യുന്നൊരു തന്ത്രം. അതിന് അവരും കൂടെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നു. അത് വളരെ ബ്ലൈൻഡായിട്ട് അവിടുത്തെ വളരെ ചെറിയ ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഈ പറയുന്ന ഒരു ജനങ്ങളുടെ ഉരുതി കൊടുത്തുകൊണ്ട് ഇത് ചെയ്യുന്നു. ഇത് ഒരു നെറേറ്റീവ് തന്നെയാണ്. പലപ്പോഴും ചൈന സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും അവർക്ക് ചൈന ഇപ്പോൾ കോട്ട് ഇൻ 2 മൈൻഡ്സായി. പണ്ട് വേൾഡ് ബാങ്കും അങ്ങനെയുള്ള IMFും മറ്റുമൊക്കെ ഇത് കൊടുത്തിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് ഈ സപ്പോർട്ട് ബേസുകളെല്ലാം മാറി. അപ്പം ശക്തരുടെ കൂടെയാണ് എപ്പോഴും ആളുകളുടെ സപ്പോർട്ട്. ഇന്ന് ചൈന കോട്ട് ഇൻ 2 മൈൻഡ്സാണ്. കാരണം ചൈന ഒരു ഓൾ വെതർ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരാകെപ്പാടെ നോക്കുന്നത് അവരുടെ സാധനം, അവർ ട്രേഡ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന BRIയുടെ കാര്യത്തിൽ തന്നെ പലപ്പോഴും ആ CPC, അതായത് ചൈന CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഗൗദാർ പോർട്ടിലേക്ക് പോകാനുള്ള ഒരു സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് ചെയ്തത്. എന്നാൽ ഇതിൻ്റെ ബെനഫിറ്റ് അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബലൂച്ചും മറ്റുമൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിൽ വളരെയധികം പ്രതിഷേധങ്ങളും മറ്റും. അപ്പോൾ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ചെയ്ത് നിൽക്കുന്നത് അവരുടെ എക്കോണമിയാണ്, അവരുടെ ഫുഡ് സെക്യൂരിറ്റിയാണ്. ആ ഫുഡ് സെക്യൂരിറ്റി ഈ പറയുന്ന ഒരു ഇൻഡെക്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ
വളരെ മോശമായ രീതിയിലേക്ക് പോകും. ഈ പറയുന്ന ഫേസ് 5 പോകുമോ അതോ അതിന് മുമ്പായിട്ട് ഇവർ, കാരണം ഓൾറെഡി ഇപ്പം ചില ഒരു സെൻസിബിൾ ആയിട്ടുള്ള പാകിസ്ഥാനികൾ പറഞ്ഞു തുടങ്ങി, അതെ അതെ, നിങ്ങൾ പല ഇന്റലക്ച്വൽസും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇത് ഇടയിൽ തന്നെ, എന്നാൽ പക്ഷെ അവിടുത്തെ ഒരു മിലിറ്ററി റെജീമിന് അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു വാർ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ അവർക്ക് വേണം, എപ്പോഴും ക്രിയേറ്റ് ചെയ്തു. അത് അവർ ആ ഒരു ടസ്സിലാണ്. അപ്പം മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്, ഭാരതമല്ല. പക്ഷെ ഭാരതം അതിനെ ഒരു ഇനിമിക്കലായിട്ട്, നമ്മൾ ഇത്രയും കാലം അങ്ങനെ ഉള്ള ഒരു ക്രിട്ടിക്കലായിട്ട് നിലപാടെടുത്തിരുന്നില്ല. പക്ഷെ ഭാരതം എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന സബ്വേഴ്സീവായിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെയധികം ചെയ്യുന്നു. ഭാരതത്തിൻ്റെ എക്കോണമി വളരെ ശക്തമായ നിലയിൽ വരുമ്പോൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് നമ്മുടെ ഇപ്പം കാശ്മീർ മേഖലയിലെ ടൂറിസത്തിനെ വളരെയധികം ബാധിച്ചു. അതെ അതെ. പിന്നെ നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എയർ ഇന്ത്യ പോലുള്ള വിമാന സർവീസുകളൊക്കെ പറയുന്നത് അവർക്ക് പാകിസ്ഥാൻ അത് ക്രോസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. സാധിക്കാത്തപ്പോഴത്തേക്ക് ആ ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നതും മറ്റുമൊക്കെ വളരെ ഹൈ ആയി തുടങ്ങി. എന്നാൽ ഇവർ പറയുന്നത് എൻ്റെ ഒരു കണ്ണ് പൊട്ടിയാലും വേണ്ട, നിൻ്റെ 2 കണ്ണ് പൊട്ടണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ആ എയർ കൊറിഡോർ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന റവന്യൂ ഇല്ലാതായി. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബ്ലൈൻഡായിട്ട് ഒരു പീസ്ഫുൾ കോഎക്സിസ്റ്റൻസിന് പകരം ഒരു ബെലിജറൻറ്റ് സ്റ്റാൻഡ് എടുത്ത്, എന്നാൽ ഈ പറയുന്ന പോലെ ബുദ്ധിപരമല്ലാത്ത നയങ്ങൾ ഇത് ചെയ്തത് അവിടുത്തെ ബഹുജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിലേക്ക് തള്ളി, അവരുടെ ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കും. ഇത് ഫാമിനിലേക്ക് ഒരു കൊടും പട്ടിണിയിലേക്ക് ഒരു ഫേസ് 5 തള്ളിവിടാനുള്ള എല്ലാ ഒരു സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.